നമസ്കാരം. മലപ്പുറം ആർക്കൊപ്പമെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. അവസാന നിമിഷം കൂടി പ്രതീക്ഷകൾ പരിശോധിക്കുകയാണ് ന്യൂസ് ആൻഡ് വ്യൂസ്. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് ഫലം നാളെ രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മുന്നണികൾ. ഒരു മാസക്കാലം നീണ്ടുനിന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒടുവിൽ മലപ്പുറം വിധിയെഴുതി കാത്തിരിക്കുകയാണ്. വോട്ടെണ്ണലിന് മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടുകൾ 10 വീതം ടേബിളുകളിലായാണ് എണ്ണുക. ആദ്യം നഗരസഭകളിലെയും ഒപ്പം പഞ്ചായത്തുകളിലെയും വോട്ടുകൾ എണ്ണും. 3 മണിക്കൂറിനകം വോട്ടെണ്ണൽ പൂർത്തിയാകും. 11 മണിയോടെ അന്തിമ ഫലമറിയാം. 71.33% ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് 72.21%. പോളിംഗിൽ കുറവുണ്ടെങ്കിലും ഇരുമുന്നണികളും ഒരുപോലെ പ്രതീക്ഷയിലാണ്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. അവസാന ഘട്ടത്തിൽ, അവസാന നിമിഷത്തിൽ ഒന്നുകൂടി പ്രതീക്ഷകളൊക്കെ പങ്കുവയ്ക്കുമ്പോൾ നമ്മോടൊപ്പം CPIM നേതാവ് A. റഹീം, ഒപ്പം മൈൻ ഹാജി ലീഗ് നേതാവ് KVS ഹരിദാസ്, ഒപ്പം PV മുരുകൻ മാധ്യമപ്രവർത്തകൻ കൂടി തത്സമയം പങ്കുചേരും. റഹീമിലേക്ക് ആദ്യം. റഹീം, കുറേ കാലഘട്ടത്തിലല്ലേ ഒരു വളരെ നിർണായക ഉപതെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യമൊക്കെ തന്നെ ബോധ്യപ്പെടുത്തേണ്ടതില്ല. മീനച്ചൂടിനേക്കാൾ വലിയ പ്രചരണ ചൂടാണ് കണ്ടത്. അതിനുശേഷം ഇപ്പോൾ ജനവിധി നടന്നിരിക്കുന്നു. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പെട്ടി പൊട്ടിക്കാൻ, അന്തിമ വിധിയിലേക്ക് എത്താൻ. എങ്കിൽ കൂടി അവസാന നിമിഷം എന്തൊക്കെ പ്രതീക്ഷകളാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം? ഈ ഒരു ബാലികേറാ മലയായിട്ടാണോ മലപ്പുറത്തെ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്? അതോ ഒരു അട്ടിമറി നിങ്ങളുടെ നേതാക്കന്മാരൊക്കെ പറയുന്നത് പോലെ ഉണ്ടാകുമെന്ന് തന്നെയാണ്? എന്താണ് നിങ്ങൾക്ക് അവിടെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഘടകങ്ങൾ? മലപ്പുറം ബാലികേറാ മലയാണ് എന്ന് വളരെ പണ്ടാണ് പറയാൻ കഴിയുക. അത് പിന്നീട് നമ്മൾ ആ ചരിത്രം തിരുത്തിയിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അങ്ങനെ ബാലികേറാ മലയായി ഒരിടവുമില്ല. മലപ്പുറത്തിൻ്റെ രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയത്തിൻ്റെ സാഹചര്യത്തിലാണ് ചർച്ച ചെയ്യപ്പെട്ടത്. സ്വാഭാവികമായിട്ടും ലീഗിന് UDF അനുകൂലമായ ഒത്തിരി ഘടകങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് രാഷ്ട്രീയപരമായ വസ്തുതയാണ്. പക്ഷേ ആ വസ്തുത നിലനിൽക്കുമ്പോഴും ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി, വലതുപക്ഷം UDF പ്രത്യേകിച്ചും വല്ലാതെ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന, കോൺഗ്രസ് രാഷ്ട്രീയം വല്ലാതെ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന, BJP ആയി പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം, യോഗി ആദിത്യനാഥിനെ പോലുള്ളവർ ഒരു തീവ്ര ഹിന്ദുത്വ നിലപാടുമായി BJP RSS കൂടുതൽ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം, ഇതെല്ലാം മുൻനിർത്തിയുള്ള ഒരു ശക്തമായൊരു രാഷ്ട്രീയ ക്യാമ്പയിന് ഞങ്ങൾ നന്നായി മലപ്പുറം പ്രയോജനപ്പെടുത്തിയിരുന്നു. മലപ്പുറത്ത് ഒരു രാഷ്ട്രീയ സംവാദത്തിൻ്റെ നല്ല അന്തരീക്ഷം മലപ്പുറത്ത് എവിടെയും പ്രകടമായിരുന്നു. മറ്റൊന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ, ആ നേട്ടങ്ങളും മുൻനിർത്തിയാണ് ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. MP ഫൈസലിനെ പോലെ മിടുക്കനായ ഒരു യുവ സ്ഥാനാർത്ഥിയെ നമുക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞു. വളരെ പ്രകടമായ നല്ല നിലയിലുള്ള, പൊതുവിൽ യൂത്തിനെല്ലാം അനുകൂലമായൊരു നല്ലൊരു ട്രെൻഡ് സമൂഹത്തിലാകെ പ്രകടമാകുന്ന ഒരു സാഹചര്യമാണ് എന്നതുകൂടി വളരെ പ്രത്യേകതയാണ്. ഏറെക്കാലമായി കണ്ടുപിടുത്ത മുഖങ്ങൾ മാറി പുതിയ രക്തം വരണം എന്ന് വോട്ടർമാർ ആഗ്രഹിക്കുന്ന ഒരു കാലമാണ്. ചുരുക്കി പറഞ്ഞാൽ മഞ്ചേരി ആവർത്തിക്കും. തീർച്ചയായും അത്തരമൊരു ആവർത്തനം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ ശുഭവാർത്തയായിരിക്കും ഉണ്ടാവുക എന്നാണ്. യെസ്, തീർച്ചയായും. ശ്രീ മൈൻ ഹാജി റഹീം പ്രകടിപ്പിച്ചത് മഞ്ചേരി ആവർത്തിക്കും. നാളെ അതിന് നിമിഷങ്ങളില്ല. നമ്മൾ ഈ ഇപ്പോൾ ചർച്ച പോലും ഒരു പക്ഷേ അതൊരു വ്യർത്ഥമായ ചർച്ചയാണ്. കാരണം ഇനി മണിക്കൂറുകൾ കഴിഞ്ഞാൽ എല്ലാ സ്ഥിതിഗതികളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പൂർണ്ണതയിലേക്ക് എത്തും. മഞ്ചേരി ആവർത്തിക്കും, അതിന് മറുപടി? പക്ഷേ അതിനുള്ള മറുപടി റഹീം ഇന്ന് രാത്രിയും കൂടി ആ സ്വപ്നം കണ്ട് ഉറങ്ങട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മഞ്ചേരി ആവർത്തിക്ക് ഒരു പ്രാവശ്യം ഒരു ചക്ക വീണപ്പോൾ മുയലിനെ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് എല്ലാ ചക്ക താഴെ വീഴുമ്പോഴും മുയലിനെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് വിഡ്ഢിത്തമെന്നല്ല. എന്ത് പറയാനാ? മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് വമ്പിച്ച ഭൂരിപക്ഷത്തിന് തിരഞ്ഞെടുക്കപ്പെടും, ഒരു സംശയം വേണ്ട. നാളെ നമുക്ക് കാണാൻ. അതായത് രണ്ട് കവിയുമോ ശ്രീ മൈൻ ഹാജി? അങ്ങനെയെങ്കിൽ താങ്കളുടെ പുഞ്ചിരി അത്ര തികഞ്ഞ രീതിയിലുള്ള, അതായത് ആത്മസംതൃപ്തിയാണ് മുഖത്ത് കാണുന്നത്. അതായത് രണ്ട് കഴിയും, അത് ഉറപ്പായിട്ട് ഒരു സംശയം വേണ്ട. മലപ്പുറമാണത്. അതായത് ഒരു അടിയൊഴുക്കുമേ ഇല്ല പ്രതികൂലമായ അടിയൊഴുക്കുണ്ട്, അനുകൂലമായ അടിയൊഴുക്ക് ധാരാളമുണ്ട്. ഞാൻ ഇന്നും ആ നിയോജകമണ്ഡലത്തിൽ സഞ്ചരിച്ച് വന്നതാ. അടിയൊഴുക്ക് ധാരാളമായിട്ട് UDF അനുകൂലമായി, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് അനുകൂലമായി, അതിലും പ്രത്യേകിച്ച് കുഞ്ഞാപ്പ എന്ന കുഞ്ഞാലിക്കുട്ടിക്ക് അനുകൂലമായി വമ്പിച്ച അടിയൊഴുക്ക്
മലപ്പുറം ലോക്സഭാ നിയോജകമണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. അടിയൊഴുക്കുണ്ട് എന്നുള്ള സത്യ. അത് കുഞ്ഞാപ്പക്ക് അനുകൂലമാണ്, UDF അനുകൂലമാണ്, മുസ്ലിം ലീഗിന് അനുകൂലമാണ്. തീർച്ചയായും മടക്കി ശ്രീ റഹീം, അതായത് ഈ രാത്രി റഹീമിന് ഇന്ന് രാത്രിയും കൂടി നിങ്ങൾക്ക് സ്വപ്നം കാണാം. അതായത് അതില് അമിതമായ ആത്മവിശ്വാസമാണോ ശ്രീ മായിൻ ഹാജിയുടെ മുഖത്ത് കാണുന്നത്? അല്ല, ഈ പറയുന്ന കുഞ്ഞാപ്പയും ശ്രീ മായിൻ ഹാജി എല്ലാം തന്നെ ഒരുപാടിടത്ത് ഇതുപോലെ സ്വപ്നം കൊണ്ട് ഉറങ്ങിയിട്ടുണ്ട്. ആ സ്വപ്നമെല്ലാം തന്നെ സ്വപ്നം കാണാൻ പലരെ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. KT ജലീലിനെ കൊണ്ട് ഉപദേശിച്ചിട്ടുണ്ട്. കുറ്റിപ്പുറത്ത് ഇതുപോലെ സ്വപ്നം കണ്ട് ജലീൽ ഉറങ്ങട്ടെ എന്ന് ആശംസിച്ചിരുന്നു. പക്ഷേ നിങ്ങളെ തന്നെയാണ് അവസാനം കരയേണ്ടി വന്നത്. ഇതേ കുഞ്ഞാപ്പ തന്നെയായിരുന്നു അന്ന് അവിടെ അടിതെറ്റി വീണത് എന്ന് മറന്നു പോകരുത്. അപ്പോൾ അതൊന്നും നിങ്ങൾ കാണേണ്ടതില്ല. ഈ കുഞ്ഞാലിക്കുട്ടി എന്ന വ്യക്തിക്കപ്പുറത്ത് മലപ്പുറം വാർത്താമാധ്യമങ്ങളെ നന്നായി പിന്തുടരുകയും നല്ല രാഷ്ട്രീയ ബോധമുള്ള ഒരു തലമുറയാണ് എന്നാണ്, വോട്ടർമാരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഇവിടെ നിങ്ങൾ പറയുന്ന, അദ്ദേഹം പറയുന്നത് കുഞ്ഞാപ്പയ്ക്ക് കിട്ടുന്ന വോട്ടെന്നാണ്. കുഞ്ഞാപ്പയുടെ രാഷ്ട്രീയത്തെയല്ല മായൻ ഹാജി പ്രതീക്ഷ അർപ്പിക്കുന്നത്. കുഞ്ഞാപ്പയ്ക്ക് അനുകൂലമായി കിട്ടുന്ന അടിയൊഴുക്കിനെ കുറിച്ചാണ് അദ്ദേഹം വാചാലമാകുന്നത്. ലീഗിനെന്ത് പ്രസക്തി, ലീഗിനെന്ത് ചെയ്യാൻ കഴിയും? ഞങ്ങളതാണ് തിരഞ്ഞെടുപ്പിൽ ഉയർത്തിയ കാര്യം, ജനം അതാണ് ചർച്ച ചെയ്ത കാര്യം. ഇന്ത്യൻ രാഷ്ട്രീയം എല്ലാവരും ഇന്ന് വിരൽത്തുമ്പിൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ലീഗിന് എന്താണ് പ്രസക്തി എന്നുള്ളതാണ് ചോദ്യം. അവിടെ ഒരു ന്യൂനപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചല്ല, മറിച്ച് ഒരു സെക്കുലർ ഡെമോക്രാറ്റിക് പ്ലാറ്റ്ഫോം ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഒരു, അതാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും മുഖ്യമായ ഘടകം. അതിന് ജനപിന്തുണ ഏറുമെന്നാണ് താങ്കൾ അതാണ് അവകാശപ്പെടുന്നത്. ഞങ്ങൾ വെക്കുന്ന ഒരു ബദലുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ പാർലമെന്റിൽ ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന ബദൽ അത് ഒരു സെക്കുലർ ഡെമോക്രാറ്റിക് പ്ലാറ്റ്ഫോമാണ്. ആ സെക്കുലർ ഡെമോക്രാറ്റിക് പ്ലാറ്റ്ഫോമിൽ ലീഗിന് പ്രസക്തിയില്ല. അത് തീർച്ചയായും അതിന് വ്യക്തമായ മറുപടി ശ്രീ മായിൻ ഹാജി നൽകേണ്ടത്. കാരണം അതിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ശ്രീ KV ഹരിദാസ്, മതനിരപേക്ഷത ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെച്ച, അത് രണ്ട് പക്ഷത്തു നിന്ന് മുന്നോട്ട് വെച്ച് വലിയ ക്യാമ്പയിൻ, ദേശീയ രാഷ്ട്രീയത്തിൽ കേന്ദ്രത്തിനെതിരെയുള്ള ഘടകങ്ങൾ, ദേശീയ രാഷ്ട്രീയത്തിലെ സ്ഥിതിഗതികൾ, ഇതൊക്കെ ചർച്ച ചെയ്യപ്പെട്ട തിരഞ്ഞെടുപ്പാണ്. അവിടെ BJPക്ക് 67 എന്ന നമ്പറിന് അപ്പുറത്തേക്ക് പോകാനുള്ള സാഹചര്യമുണ്ടോ? താങ്കൾ ഈ അവസാന ഘട്ടത്തിൽ എന്തൊക്കെയാണ് BJPയുടെ അക്കൗണ്ടിലേക്ക് വരാകുന്ന അടിയൊഴുക്കുകൾ, അനുകൂലമായ അടിയൊഴുക്കുകൾ എന്തൊക്കെയാണ് താങ്കൾ കാണുന്ന ഘടകങ്ങൾ? ശ്രീ KV. പ്രജീഷേ, ഇതിപ്പോൾ ലോകസഭയിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പിന് ഒരു രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. നമുക്കറിയാം, കോടിയേരി ബാലകൃഷ്ണൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കേരള മന്ത്രിസഭയിലുള്ള അല്ലെങ്കിൽ പിണറായി സർക്കാരിലുള്ള ഒരു വിധിയെഴുത്ത് കൂടിയായിരിക്കും എന്ന് കോടിയേരി പറഞ്ഞത് കൊണ്ടുള്ള രാഷ്ട്രീയ പ്രാധാന്യം അതിനുണ്ട് എന്നുള്ളത് ശരിയാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ആര് ജയിച്ചാലും, ഇപ്പോൾ CPM തന്നെ ജയിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഒരു കണക്കൂട്ട്, ഇപ്പോൾ റഹീമിൻ്റെയൊക്കെ അവകാശവാദം നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ഇവിടെ CPM ഇടതുപക്ഷ മുന്നണി ജയിച്ചു എന്ന് വയ്ക്കുക. ഡൽഹിയിൽ ചെന്നാൽ, പാർലമെൻറ്റിൽ ചെന്നാൽ അതിന് എന്ത് പ്രസക്തിയാണ് ഉള്ളത്? ഇന്നത്തെ നിലയ്ക്ക് 9 എന്നുള്ളത് 10 ആവും CPMൻ്റെ അംഗസംഖ്യ. അതിനപ്പുറത്തേക്ക് ഒന്നും മാറാൻ പോകുന്നില്ല. മുസ്ലിം ലീഗ് ജയിച്ചാൽ ET മുഹമ്മദ് ബഷീറിൻ്റെ ഒപ്പം ഒരാൾ കൂടി ഇരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് യാതൊരു പ്രാധാന്യവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ വേറൊരു ഗുണം, ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി ജയിച്ചു വരുന്നു എന്ന് വിചാരിക്കുക ഡൽഹിയിലേക്ക്. നമ്മളൊരു ഊഹമാണ് ഇതൊക്കെ. നാളെ രാവിലെ 11 മണിയാകുമ്പോഴത്തേക്കും തെരഞ്ഞെടുപ്പ് ഫലം വരും. UDF ആണ് ജയിക്കുന്നത്, മായൻ ഹാജി പറഞ്ഞതുപോലെ UDF ആണ് ജയിക്കുന്നതെന്ന് വയ്ക്കുക. അങ്ങനെ ജയിച്ചു വന്നാൽ അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ എന്ത് റോളാണ് നിർവഹിക്കാനുണ്ടാവുക? മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാര്യമായ ഒരു റോളും നിർവഹിക്കാനില്ല. കോൺഗ്രസിൻ്റെ വാലായിട്ട് അവിടെ പോയി ഇരിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. പിന്നെ ആകെയുള്ളൊരാശ്വാസം ഞാൻ മായൻ ഹാജിയോടും കൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാം. കുഞ്ഞാലിക്കുട്ടിയെപ്പോലുള്ള ഒരു നല്ല തന്ത്രജ്ഞനായിട്ടുള്ള രാഷ്ട്രീയക്കാരൻ ഡൽഹിയിൽ പാർലമെൻറ്റിൽ വരുമ്പോൾ അതിൻ്റെ ഒരു ഗുണം കോൺഗ്രസ്സുകാർക്ക് ഉണ്ടായിക്കൂടായികയില്ല. കുറേ വിവരദോഷികളായ കോൺഗ്രസ്സുകാരാണ് ഇന്ന് ആ പാർട്ടിയെ നയിക്കുന്നതെന്നും എന്നേക്കാൾ നന്നായിട്ട് മായൻ ഹാജിക്ക് അറിയാലോ പാർലമെൻറ്റിലെ അവസ്ഥ. രാഹുൽ ഗാന്ധിയൊക്കെ ഉപദേശിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരാളായിട്ട് പ്രതിപക്ഷത്തിന് നല്ലതാണ്, കോൺഗ്രസിന് നല്ലതാണ്, ജനാധിപത്യത്തിന് നല്ലതാണ്. ആ ഉപദേശം എന്തായാലും മായിൻ ഹാജി ഉൾക്കൊള്ളും. ശ്രീ
പി.വി. മുരുകൻ, അതായത് ഈ തെരഞ്ഞെടുപ്പിന് എത്രത്തോളം രാഷ്ട്രീയ പ്രസക്തി ഉണ്ട്? KVS പറഞ്ഞതുപോലെ അതിൽ ചെറിയൊരു രാഷ്ട്രീയമുണ്ടോ എന്നൊക്കെ നമ്മൾ സംശയിച്ചു പോകും. എന്നാൽ കൂടിയും മലപ്പുറം തെരഞ്ഞെടുപ്പിൽ ഇന്ന് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ അവിടെ പല ഘടകങ്ങളും LDF അവകാശപ്പെടുന്നത് പോലെ ഓരോ 7 നിയോജക മണ്ഡലങ്ങളിൽ നോക്കുമ്പോൾ അവിടെ 1.18 ലക്ഷം ഭൂരിപക്ഷം മാത്രം. പക്ഷേ കഴിഞ്ഞ തവണ ആ ഭൂരിപക്ഷം വരെ പക്ഷേ ലോക്സഭയിലേക്ക് വരുമ്പോൾ അഹമ്മദിന് കിട്ടി. രണ്ടും ഒരു വേരിയേഷൻ വലിയ രീതിയിൽ വരുന്നു. പല മങ്കട ഒക്കെ ഉൾപ്പെടെയുള്ള പല നിയോജക മണ്ഡലങ്ങളിലും വലിയ പ്രതീക്ഷ LDF വെക്കുന്നു. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം പ്രാധാന്യം കൈവരുന്നു? മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോടിയേരിയുടെ പ്രസ്താവന കൂടി ശ്രീ KVS മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതൊക്കെ പരിശോധിച്ചാൽ താങ്കൾ എങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അടിയൊഴുക്കുകൾ ഒളിഞ്ഞിരിക്കുന്ന കാണുന്നുണ്ടോ? ഇതിൽ രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി കേന്ദ്രത്തിലേക്ക് ആദ്യമായിട്ട് വരികയാണ്. കുഞ്ഞാലിക്കുട്ടി വരേണ്ടത് കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല, ഇടതുപക്ഷത്തിന് ആവശ്യമാണ്. കുഞ്ഞാലിക്കുട്ടി ദേശീയ തലത്തിൽ വരേണ്ടത് ഇപ്പം കോൺഗ്രസിനേക്കാൾ കൂടുതൽ ഇടതുപക്ഷത്തിനും കൂടെ ആവശ്യമാണ്. കാരണം ഒരു മതേതര സ്വഭാവമുള്ള ഒരു പാർട്ടിയാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എന്നറിയാം, ഫണ്ടമെൻ്റലിസ്റ്റ് പാർട്ടി അല്ല മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ. അങ്ങനെ ഒരു പാർട്ടിയുടെ നേതാവ് കേന്ദ്രത്തിൽ ലോക്സഭയിലേക്ക് വരേണ്ട ഒരു ആവശ്യമുണ്ട്. അത് തുടക്കം മുതലേ തന്നെ നമുക്കറിയാം. ഇടതുപക്ഷം അങ്ങനെ ഒരു മൃദു സമീപനം സ്വീകരിച്ചു എന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ശക്തമായ എതിർപ്പൊന്നും മലപ്പുറത്തില്ല. രാഷ്ട്രീയമായ ഒരു എതിർപ്പൊന്നും അങ്ങനെ ഇടതുപക്ഷം പ്രകടിപ്പിച്ചായിട്ട് നമ്മുടെ അറിവിലില്ല. പക്ഷേ കുഞ്ഞാലിക്കുട്ടിയെ പോലെ ഒരാൾ, ഞാൻ പഴയ ഒരു കാര്യം ഓർമ്മ വരികയാണ്. ഞാൻ ശിഹാബ് തങ്ങളുള്ള കാലത്ത് ഉള്ള ഒരു കാര്യം ഓർമ്മയാണ്. അങ്ങാടിപ്പുറത്ത് ഒരു ക്ഷേത്രം ആക്രമിക്കപ്പെട്ട സമയത്ത് ഓടിയെത്തിയ 2 നേതാക്കളിൽ ഒരാളായിരുന്നു P.K. കുഞ്ഞാലിക്കുട്ടി. ഒന്ന് ശിഹാബ് തങ്ങളും P.K. കുഞ്ഞാലിക്കുട്ടിയും. അത് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു മതേതരത്വത്തിൻ്റെ ഒരു ഫാബ്രിക്, ആ ഫാബ്രിക്കിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു നേതാവാണെന്ന്. ഇന്നിപ്പം ശിഹാബ് തങ്ങളില്ല, പക്ഷേ കുഞ്ഞാലിക്കുട്ടിയുണ്ട്. അങ്ങനെ ഒരു നേതാവ് കേന്ദ്ര തലത്തിലേക്ക് വരേണ്ട ഒരാവശ്യം ഇടതുപക്ഷത്തിനുമുണ്ട്, കോൺഗ്രസിനുമുണ്ട്. അതാണ് ഇവിടുത്തെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമായിട്ട് ഞാൻ കാണുന്നത്. അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി നല്ല പുരുഷത്തെ ജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം 2 ലക്ഷത്തിനപ്പുറമൊക്കെ പോയാലൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മുടെ സഖാവ് റഹീം പറഞ്ഞതുപോലെ അത് ഒരു വിഷ്ഫുൾ തിങ്കിങ് ആണ്. കാരണം വെച്ചാൽ നമ്മൾ കുറേ കാലമായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മലപ്പുറം ജയിക്കും. അത് ചില പ്രത്യേക സാഹചര്യത്തിൽ ഈ കുഞ്ഞാപ്പയെ തന്നെ അവിടെ KT ജലീൽ തോൽപ്പിച്ചിട്ടുണ്ട്. അത് വേറെ സാഹചര്യമാണ്. ഇന്ന് ആ സാഹചര്യമല്ല. ഇന്നിപ്പോൾ സാഹചര്യം എന്ന് വെച്ചാൽ ഇന്ന് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു. ഈ അഹമ്മദ് മരിച്ചതിൻ്റെ ഇതിൻ്റെ മത്സരിക്കുകയാണ്. പക്ഷേ ഇത് എത്ര ഭൂരിപക്ഷം കിട്ടിയാലും ഭൂരിപക്ഷം കുറഞ്ഞാലും ഇത് രാഷ്ട്രീയമായിട്ടല്ല. പക്ഷേ ഈ ഒരു രാഷ്ട്രീയം, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു രാഷ്ട്രീയം ഇവിടെ ഉണ്ട്. കാരണം വെച്ചാൽ BJPക്ക് എതിരായ ഒരു നിലപാടിന് ഇടതുപക്ഷത്തിന് കൂടെ നിർത്താൻ പറ്റുന്ന ഒരു നേതാവാണ് P.K. കുഞ്ഞാലിക്കുട്ടി. ഞാൻ പറയുന്നത് ശ്രീ മായിൻ ഹാജി, ഇവിടെ ഒറ്റ രാത്രിയിലുള്ള സ്വപ്നമല്ല. ആ സ്വപ്നം മറികടക്കാനുള്ള, അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാകാനുള്ള അരിത്തമെറ്റിക് തങ്ങളുടെ പക്ഷമുണ്ട്, കൈവശമുണ്ട് എന്ന് റഹീം പറയുമ്പോഴും അതേസമയം അല്പം ധാർഷ്ട്യത്തോടുകൂടി ശ്രീ KVS ഹരിദാസ്, അദ്ദേഹം ധാർഷ്ട്യം പ്രകടിപ്പിക്കുന്ന ആളല്ലെങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ സ്വരങ്ങളിൽ നിന്ന് നമുക്കൊരു പക്ഷേ അങ്ങനെ കാണേണ്ടി വരും. അവിടെ ചെന്നാൽ കോൺഗ്രസിൻ്റെ വാലായിട്ട് അല്ലെങ്കിൽ അവിടെ ഇരിക്കേണ്ടി വരുന്ന അവസ്ഥ. എങ്ങനെ മറുപടി നൽകുന്നു ശ്രീ മായിൻ ഹാജി? അല്ല, ഞാൻ റഹീം പറഞ്ഞതിൽ നിന്ന് മറുപടി പറഞ്ഞു തുടങ്ങാം. റഹീം ചോദിച്ചു ലീഗിന് എന്താ റോൾ അവിടെ ചെന്നാൽ. ഞങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചെറിയൊരു കക്ഷിയാണ്. പക്ഷേ കഴിഞ്ഞ 35 കൊല്ലം മുമ്പ് ഞങ്ങൾ നൽകിയ വാണിംഗ് മാർക്സിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷങ്ങൾക്കും BJP ഒഴിച്ചുള്ള എല്ലാ മതേതരമെന്ന് അവകാശപ്പെടുന്ന എല്ലാ കക്ഷികൾക്കും ഞങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തു. നിങ്ങളുടെ ഈ നിഷേധാത്മകമായ സമീപനം അത് രാജ്യം ഫാസിസ്റ്റുകളുടെ കയ്യിലെത്താനേ കാരണമാവുകയുള്ളൂ. ഫാസിസ്റ്റുകൾ ഇത്ര ശക്തമായി 2 അംഗങ്ങളിൽ നിന്ന് 123 പൊക്കി വന്ന ആ കാലം മുതൽ ഞങ്ങൾ പറഞ്ഞു തുടങ്ങി. ഞങ്ങൾ ചെറിയ പാർട്ടിയാണ്, എങ്കിലും ഞങ്ങൾ അന്ന് പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. മതേതര ശക്തികളുടെ കൂട്ടായ്മക്ക് കോൺഗ്രസിന് മുന്നിൽ നിർത്തണം. വേറൊരു പാർട്ടിയില്ല ഇവിടെ. കോൺഗ്രസിന് പോരായ്മകളൊക്കെ ഉണ്ടാവാം, എന്നാലും രാജ്യത്ത് 60 കൊല്ലം ഭരിച്ചിട്ടും മതേതര സംവിധാനം നിലനിർത്തി, ജനാധിപത്യം നിലനിർത്തി, രാജ്യത്തെ ഐക്യവും അഖണ്ഡതയും നിലനിർത്താൻ ആ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കോൺഗ്രസിനെയും BJPയെയും ഒരുപോലെ കാണുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിഷേധാത്മകമായ നയത്തിൻ്റെ ആളുകളാണ്. നിങ്ങൾ ചെയ്യുന്നത് വലിയ ദ്രോഹമാണ് എന്നൊക്കെ ഞങ്ങൾ കഴിഞ്ഞ 30 കൊല്ലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ ഇപ്പോഴും അത് തന്നെ പറയുന്നു. അതവിടെ ഡൽഹിയിൽ വന്ന് ആധികാരികമായി റഹീമിൻ്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ള ദേശീയ മതേതരം എന്ന് അവകാശപ്പെടുന്ന എല്ലാ കക്ഷികളുടെ നേതാക്കളുമായി സംസാരിച്ച്
മുരുകൻ സാറ് പറഞ്ഞതുപോലെ അത് കോർഡിനേറ്റ് ചെയ്യുക എന്ന വലിയ ദൗത്യം ഏൽപ്പിച്ചിരിക്കുക കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ. അദ്ദേഹം അതുമായി അങ്ങ് വരുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ എനിക്ക് മികച്ച ഉറച്ച പ്രതീക്ഷയുണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവിടെ എത്തുന്നതോടുകൂടി ദേശീയ രാഷ്ട്രീയത്തിന്റെ ഗതി മാറും. ഞങ്ങൾ കഴിഞ്ഞ 2004 UP എന്ന മുന്നണി ശ്രീ മായിൻ ഹാജി ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ അവസ്ഥ നേരത്തെ KVS സൂചിപ്പിച്ചതിലൊരു ഉപദേശം അത് കേൾക്കേണ്ടിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഒന്നും കഴിയുന്നില്ല, അല്ലെങ്കിൽ ആ അവസ്ഥയാണ്. ശ്രീ കുഞ്ഞാലിക്കുട്ടി കൂടി വരുമ്പോൾ ചില ഉപദേശങ്ങൾ കേരളത്തിൽ പയറ്റുന്ന അടവുകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റി അല്ലെങ്കിൽ കേൾക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെയാണോ ആവശ്യം? രജിഷേ, കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മെഞ്ഞാത്ത അവസ്ഥ അല്ല, അതിലും മെച്ചപ്പെട്ടു. മധ്യപ്രദേശിൽ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്. കർണാടകയിൽ കോൺഗ്രസിൽ നിന്ന് ചാടി BJPയിൽ നിന്നാലേ ജയിക്കുള്ളൂ എന്ന് കരുതിയ മുൻ മന്ത്രി ചാടിപ്പോയെടുത്ത് പോലും കോൺഗ്രസ് 10,000-ങ്ങൾക്ക് ജയിച്ചു. ഡൽഹിയിൽ കോൺഗ്രസ് കെട്ടിവെച്ച കാശില്ലാതിരുന്ന മണ്ഡലത്തിൽ കോൺഗ്രസ് 2ാം സ്ഥാനത്തെത്തി. ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് ഉയർത്തെഴുന്നേറ്റ് വരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈ ഫാസിസ്റ്റുകളെ തകർക്കാൻ, അവരെ രാജ്യത്തിന്റെ ഭരണ സ്ഥിരാകേന്ദ്രത്തിൽ നിന്ന് പിടിച്ചിറക്കാൻ, ഇന്ത്യയിലെ മതേതരത്വം സംരക്ഷിക്കാൻ, ഭരണഘടന സംരക്ഷിക്കാൻ, ജനാധിപത്യം സംരക്ഷിക്കാൻ, ഇവരെ എടുത്ത് പിടിച്ച് താഴെയിടാൻ കോൺഗ്രസിനെ മുന്നിൽ നിർത്തിയാൽ മാത്രമേ ഇപ്പോൾ രക്ഷയുള്ളൂ. ശ്രീ റഹീം, കോൺഗ്രസിനെ മുന്നിൽ നിർത്തുന്ന ആ യുദ്ധത്തിൽ നിങ്ങൾ കൂടി അണിചേരൂ എന്ന് പലതവണ കാലങ്ങളായി വർഷങ്ങളായി പറയുന്നു. അതിൻ്റെയൊക്കെ തന്നെ അവസ്ഥകൾ നിങ്ങൾക്ക് ഒരുപക്ഷെ സ്വയം വിമർശനമായി ഏൽക്കേണ്ടി വരുന്ന ഒരു ഘട്ടം അങ്ങനെയുണ്ടോ? ശ്രീ മായിൻ ഹാജിയുടെ ഈ തീസിസ് ഇപ്പോഴും ഇദ്ദേഹത്തിന് പറയാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. 30 വർഷമായി നിങ്ങൾ പറഞ്ഞുവെങ്കിൽ ആ 30 വർഷവും പറഞ്ഞത് വലിയ പിശകായിപ്പോയി എന്ന് നിങ്ങളിപ്പോൾ തിരുത്തി പറയേണ്ട കാലമാണ്. ഞങ്ങളത് പറഞ്ഞത് തെറ്റായിപ്പോയി, ഞങ്ങൾ പറഞ്ഞത് കേൾക്കാറുന്നത് നന്നായി, അത് ഈ രാജ്യത്തിന് ഗുണമായി എന്ന് പറയുകയാണ് യഥാർത്ഥത്തിൽ മായിൻ ഹാജി ചെയ്യേണ്ടത്. എങ്ങനെയെന്നല്ല ഞാൻ പറയാം, ഒരവസരം തരട്ടെ. അതായത് നിങ്ങളീ പറയുന്ന കോൺഗ്രസ് ഏതാ? ആ കോൺഗ്രസും BJPയും തമ്മിലുള്ള അകലം എത്രയാ? നിങ്ങളീ പറയുന്ന കോൺഗ്രസ് 30 വർഷമായിട്ട് പറയാണല്ലോ, അന്ന് അവർ ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾ പിറകെ പോകണമെന്ന് പറഞ്ഞാൽ ആരുടെ പിറകെയാണ്? ND തിവാരിയുടെ പിറകെയാണ്, SM കൃഷ്ണയുടെ പിറകെയാണ്, റീത്ത ബഹുഗുണ ജോഷിയുടെ പിറകിലാണ്. ശ്രീ മായിൻ ഹാജി മനസ്സിലാക്കേണ്ടത്, യോഗി ആദിത്യനാഥ് UPയുടെ മുഖ്യമന്ത്രിയായി എന്നതിനേക്കാൾ മതേതര ഇന്ത്യ അപകടത്തോടെ കാണേണ്ട കാര്യം ആ മന്ത്രിസഭയിലെ ഒരംഗം കോൺഗ്രസ് പ്രദേശ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്ന UPയുടെ പ്രസിഡൻ്റായിരുന്ന റീത്ത ബഹുഗുണ ജോഷി എന്നതാണ്. കോൺഗ്രസിനെ UPയിൽ നയിച്ച് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ആൾ ഇപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ പിറകെ ഇരിക്കുകയാണ്. ഇതാണ് ഒന്ന്. രണ്ട്, ഈ രാജ്യത്ത് BJP വളർന്നത് എങ്ങനെയാണ്? BJP എങ്ങനെയാണ് വളർന്നത്? രണ്ടിൽ നിന്ന് ഈ ഇന്ത്യ പിടിച്ചെടുക്കും വിധം വളർന്നത് എങ്ങനെയാണ്? കോൺഗ്രസിൻ്റെ മൃദുഹിന്ദുത്വ സമീപനമാണ് അതിന് വഴിവെച്ചത് എന്ന കാര്യത്തിൽ അങ്ങേക്ക് ഇപ്പോഴും സംശയമുണ്ടോ? ഷബാനു ബീഗം കേസിനെ തുടർന്ന് രാജ്യത്ത് നിങ്ങളുൾപ്പെടെ ഉയർത്തിക്കൊണ്ടുവന്ന കാര്യങ്ങൾക്ക് വഴങ്ങിത്തന്നു അന്ന് രാജീവ് ഗാന്ധി. ആ സമയത്ത് തർക്കമന്ദിരമായി അന്ന് അടച്ചുപൂട്ടി വെച്ചിരുന്ന ബാബറി മസ്ജിദ് ഏകപക്ഷീയമായി എടുത്ത് സംഘപരിവാറിന് കൊടുത്തത് നിങ്ങളീ പറഞ്ഞ കോൺഗ്രസ്സാണ്. 91-ൽ ഈ രാജ്യത്ത് രഥയാത്ര നടത്തി. 90-ൽ ആ രഥയാത്ര നടത്തുമ്പോഴോ 91-ൽ രഥയാത്രയ്ക്ക് ശേഷം രാജ്യമാകെ കലാപം കത്തിപ്പടർന്നതിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പോലും ഈ ലീഗ് കോൺഗ്രസിനൊപ്പം മാത്രമല്ല BJPക്കൊപ്പം കൂടി നിന്ന് പുതിയ പരീക്ഷണം നടത്തിയ പാർട്ടിയാണ് 91-ൽ. അതായത് ലീഗ് അതായത് അനിവാര്യ ഘട്ടങ്ങളിൽ ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്ന തീസിസ് പൂർണ്ണമായി തെറ്റാണ്. അത് ഞാൻ പറയാ. വ്യക്തമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ താങ്കൾ പറയുന്നത്? വ്യക്തമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ. ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ മൃദുഹിന്ദുത്വ സമീപനമാണ് BJPയുടെ വളർച്ചയുടെ കാരണങ്ങളിൽ ഒന്ന്. രണ്ട്, ഇവര് ഞങ്ങളെ ഉപദേശിച്ചത് എന്താ? BJPയെ തകർക്കാൻ കോൺഗ്രസിന്റെ പിറകെ നിൽക്കണമെന്നാണ്. ഇവര് രാജ്യത്ത് അപകടകരമായ ഒരു ഘട്ടമെത്തിയപ്പോൾ 92 ഡിസംബർ 6 തൊട്ട് മുമ്പ് കിടന്ന തെരഞ്ഞെടുപ്പാണ് 91. ആ 91-ൽ കോലിബി സഖ്യം കേരളത്തിൽ പരീക്ഷിച്ചവരാണ് ഒന്ന്. അത് പോട്ടെ, 92 ഡിസംബർ 6 സംഭവിച്ചെന്താ? ബാബറി മസ്ജിദ് തകർന്നു വീഴുമ്പോൾ ഈ രാജ്യത്തെ ഭരണകൂടമാരായിരുന്നു. ഇന്ന് രാജ്യം കാണുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാനം എന്താ? അത് ഫ്രെഡ് ലൈൻ ആണെന്ന് തോന്നുന്നു. മാഗസിൻ എഴുതി, ഇന്ത്യ എന്നേക്കുമായി അവസാനിച്ചു എന്നാണ്. ഇന്നലെ വരെ നാം കണ്ട ഇന്ത്യയല്ല, പുതിയ ചരിത്രമാണ് ആരംഭിക്കുന്നത് എന്ന് എഴുതി. ഈ രാജ്യം മാറിയത് അവിടെയല്ലേ? 92-ന് ശേഷമുള്ള ഇന്ത്യ, 92-ന് മുമ്പുള്ള ഇന്ത്യ പറഞ്ഞ ഒരു കാര്യം വസ്തുത, ഇപ്പോൾ അനിവാര്യമായ ഒരു ബദൽ ദേശീയ തലത്തിൽ തേടുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു. അവിടേക്ക് അല്ലെങ്കിൽ ഒരു അനിവാര്യതയിലേക്ക് നിങ്ങൾ കൂടി ഒക്കെ തന്നെ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടോ ഇല്ലയോ? അല്ല, ഇവിടെ ഒരു പ്രശ്നം
അദ്ദേഹം പറയുന്ന ഇപ്പോൾ സംഘപരിവാറിനെതിരായി നിലപാട് സ്വീകരിച്ചവരാണ് ഞങ്ങൾ. അത് അധികാരത്തിന് വേണ്ടിയല്ല. ഞങ്ങൾക്കിപ്പോൾ 9 പേരേ ഉള്ളൂ. നേരത്തെ KVS ഹരിദാസ് ഞങ്ങളെ പരിഹസിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 61 പേരുണ്ടായിരുന്നു. 61 പേരുണ്ടായ 1-ാം UPA സമയത്ത് ഞങ്ങൾ ഈ സംഘപരിവാറിനെതിരെ ഞങ്ങൾ കോൺഗ്രസിന് പിന്തുണ കൊടുത്തവരാ. അന്ന് ഞങ്ങൾക്ക് മന്ത്രി പദവികൾ വെച്ച് നീട്ടിയിരുന്നു. വേണ്ടാന്ന് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞതാ. ഞങ്ങളെന്ന് ആവശ്യപ്പെട്ടത് ഇന്ത്യയെ, സെക്കുലർ ഇന്ത്യയെ പുനഃസ്ഥാപിക്കാനാകുമോ, സെക്കുലർ ഇന്ത്യയെ സംരക്ഷിക്കാനാകുമോ എന്ന രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ചോദിക്കുന്നു, ലീഗ് അങ്ങനെ എന്തെങ്കിലും ഒരിക്കലും ഒരു നിലപാടെടുക്കുമെന്ന് സ്വപ്നം കാണാനെങ്കിലും കഴിയോ? അതാണ് ശ്രീ മായൻ. അതായത് ഒരു കോമൺ പൊതു മിനിമം പരിപാടി മുന്നോട്ട് വെച്ച് അതിലൂടെ 1-ാം UPA പോകുമ്പോൾ, വ്യക്തമായും അതിൻ്റെ ഒരു ഉൾക്കാഴ്ചയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ അതിലെ വ്യതിചലനങ്ങൾ അതൊക്കെ സംഭവിച്ചത് വലിയ പിഴവ് തന്നെയാണ്. അവിടെ ആർക്കാണ് പാളിച്ച പറ്റിയത്? അല്ലെ താങ്കൾ പറഞ്ഞതുപോലെ ക്ഷണിക്കുന്നു ഒരു ദേശീയ ഒരു നാഷണൽ ഓൾട്ടർനേറ്റീവിനൊക്കെ ശ്രമം നടത്തുമ്പോഴും ഇത്ര അപകടകരമായ പല വസ്തുതകൾ കൂടി അംഗീകരിക്കേണ്ടതല്ലേ ശ്രീ മായൻ ഹാജി? പ്രജീഷേ, ഞാൻ ഒരു കാര്യം പറയാനുള്ളത്, റഹീമിന് വളരെ കൂടുതൽ സമയം കൊടുത്തു. ഇല്ല, പറഞ്ഞോളൂ, താങ്കൾക്ക് പറയാൻ. അതിന് മറുപടി പറയാൻ എനിക്ക് സമയം തരേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളൊന്ന് തെറ്റ് പറഞ്ഞുതരാം. തീർച്ചയായും. അപ്പോ BJPയെ വളർത്തിയത് ആരാണ് എന്നാണ് റഹീം ആദ്യമായി ചോദിച്ചത്. ഞാൻ പറഞ്ഞു തരാം BJPനെ ആരാ വളർത്തിയത്. റഹീമിന് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. റഹീം ചിലപ്പോൾ വിദ്യാർത്ഥിയൊക്കെ ആയിട്ടായിരിക്കും അപ്പോൾ ഉണ്ടായിരിക്കാം. 84 2 സീറ്റിൽ ഒതുക്കി ഈ BJPയെ ഇന്ത്യ രാജ്യത്തൊട്ടാകെ 84 മുതൽ 89 വരെ, 84 മുതൽ 89 വരെ ഇന്ത്യയിലെ ഇടതുപക്ഷം അടക്കം കോൺഗ്രസിനെതിരായി BJP ഉൾപ്പെടെ എല്ലാ കക്ഷികളെയും കൂട്ടി കോൺഗ്രസിനെതിരെ ക്യാമ്പയിൻ നടത്തിയതിന്റെ ഫലമാണ് 89-ൽ VP സിംഗിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിലുണ്ടായിരുന്ന VP സിംഗ്, ആരിഫ് മുഹമ്മദ് ഖാൻ, അരുൺ നെഹ്റു തുടങ്ങിയ ആളുകളൊക്കെ അവിടെ നടത്തിയെടുത്ത് നിങ്ങളും BJPയും അവരെ മുന്നിൽ വെച്ച് നിങ്ങൾ നേരിട്ട് തെരഞ്ഞെടുപ്പിലാ അവരാദ്യമായി 69-ലെത്തുന്നത്. ആ 69 എണ്ണവും നിങ്ങളുടെ രാജ്യത്തുണ്ടായിരുന്ന അന്ന് 36-40 എണ്ണമാണ് അന്നുണ്ടായിരുന്നത്. നിങ്ങളുടെ ആ എണ്ണവും VP സിംഗിന്റെ വട്ടമേശയിൽ നിങ്ങളും നിങ്ങളുടെ പാർട്ടിയും, അന്നത്തെ നമ്മുടെ സുർജിത് സിംഗ് അവർകളാണ് അന്ന് അതിന്റെ നേതൃത്വം നൽകാറുള്ളത്. ഈ വട്ടമേശക്ക് BJPയെ അടൽ ബിഹാരി വാജ്പേയിയും LK അഡ്വാനിയും ഒക്കെ ഉൾപ്പെടെയുള്ള BJPക്കാരെ നിർത്തി VP സിംഗിനെ കൊണ്ട് ഭരണം നടത്തിച്ചു. ആ സമയത്ത് LK അഡ്വാനി ഇവിടെ രഥയാത്ര നടത്തിയത്. ആ രഥയാത്രയ്ക്ക് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തു കേന്ദ്ര ഗവൺമെന്റ്. നിങ്ങൾ ഉപദേശിക്കുന്ന, നിങ്ങൾ പിന്തുണയ്ക്കുന്ന, തടഞ്ഞതാരാ? ലാലു പ്രസാദ് യാദവ്. ആരാ തടയ? ലാലു പ്രസാദ് യാദവും അതേ മുലായം സിംഗ് യാദവും. നിങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. ഇവരാ തടഞ്ഞത്. നിങ്ങൾ എവിടെ തടഞ്ഞു? നിങ്ങൾക്കൊരു പങ്കുമില്ല. നിങ്ങൾ രഥയാത്രയ്ക്ക് വേണ്ടി എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത VP സിംഗിനെ കൊണ്ട് ഭരിപ്പിക്കായിരുന്നു നിങ്ങളന്ന്. ആ ഭരിപ്പിച്ചതല്ലേ രണ്ടാമത് 91-ല് BJP വലിയ ശക്തിയായി വന്നത്. ഇവിടെ BJPയെ വളർത്തിയ നിങ്ങൾ ഒരിക്കൽ പോലും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം, ഇന്ത്യ സ്വാതന്ത്ര്യ റിപ്പബ്ലിക്കായി തീർന്നതിന് ശേഷം, ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം നടന്ന ജനാധിപത്യ സംവിധാനങ്ങളിലൊക്കെ നിങ്ങൾ കോൺഗ്രസിനെതിരെ ഏത് ചെലുത്താനും അന്ന് BJPയെ കൂട്ടി. നിങ്ങൾ BJPയെ കൂട്ടി, നിങ്ങളെ പഴയ ജനസംഘത്തിനെ കൂട്ടി. ഈ കോൺഗ്രസിനെതിരായുള്ള ഒരു യുദ്ധത്തിൽ ഏത് ചെകുത്താനെയും കൂട്ടുമെന്നായിരുന്നു അന്നത്തെ സെക്രട്ടറി നമ്മുടെ ബഹുമാനപ്പെട്ട EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ തീസിസ്. റഹീം അത് ഓർമ്മയില്ലാഞ്ഞിട്ടായിരിക്കും, അതല്ലെങ്കിൽ റഹീം ഓർമ്മയില്ലാന്ന് നടിക്കായിരിക്കും. ഞങ്ങൾ അന്ന് പറഞ്ഞു, ഇവിടെ BJP ഫാസിസ്റ്റുകളെ തകർക്കണമെങ്കിൽ കോൺഗ്രസ് സമ്പൂർണ്ണം എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല ഇപ്പോഴത്തെ കോൺഗ്രസ് എന്ന് ഞങ്ങൾ പറയാറുണ്ട്. പണ്ഡിറ്റ്ജിയുടെയും ഇന്ദിരാജിയുടെയും രാജീവ്ജിയുടെയും ഒക്കെ കാലത്തുള്ള, രാജീവ്ജിയുടെ കാലത്ത് പോലും കോൺഗ്രസിനെ എതിർക്കാൻ BJPയെ കൂട്ടി. ഞങ്ങൾ ഒരിക്കലും അത് ചെയ്തിട്ടില്ല. ഒരു സംശയം ചോദിച്ചോളൂ. അല്ല, ഒരു സംശയം. ഈ ബാബറി മസ്ജിദ് 92-ല് അന്ന് രാജ്യം ഭരിച്ചത് ആരായിരുന്നു? ഞാൻ പറയട്ടെ, അവരുടെ പണി എവിടെ എന്തായിരുന്നു? ഞാൻ പറയട്ടെ, അവരുടെ പണി എന്തായിരുന്നു? പറയട്ടെ സുഹൃത്തെ, അല്പം ക്ഷമിക്കൂ. ഞാൻ അതിലേക്ക്, താങ്കൾ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ പറയട്ടെ സുഹൃത്തെ. എന്തുകൊണ്ട് ഞാൻ ഉത്തരത്തിലേക്ക് എത്തുമ്പോൾ റഹീമും പ്രജീഷും കൂടി തടയാ? നിങ്ങൾ രണ്ടാളും കൂടി തടഞ്ഞിട്ട് ഉത്തരമായി പോകും എന്റെ വാക്ക് എന്ന് അതിലേക്കാണ് വരുന്നത്. അത് അപകടമാണ്.
ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാപട്യമാണ് വെളിപ്പെടാൻ എന്തായാലും ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ ശ്രീ മൈൻ ഹാജി. ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ. അന്ന് ചോദ്യമായിട്ട് ഉപചോദ്യമായിട്ട് സംശയം അല്ലല്ല ചോദിച്ച ചോദ്യത്തിന്, അതായത് അന്ന് ആരാണ് രാജ്യം ഭരിച്ചതാണ് അദ്ദേഹം ചോദിച്ചത്, അതിന് മറുപടി വക്രീകരിക്കാതെ സമയക്കുറവ് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ബോധത്തോടു കൂടി ഞാൻ പറയട്ടെ. പറഞ്ഞോളൂ. ഞാൻ പറയട്ടെ, ബാബരി മസ്ജിദ് തകർത്ത കാലത്ത് ഇന്ത്യ ഭരിച്ചത് മൻമോഹൻ സിംഗ്, UP ഭരിച്ചത് കോൺഗ്രസ് വിരുദ്ധം എന്ന് രാജ്യത്തൊട്ടാകെ മാർക്സിസ്റ്റ് പാർട്ടി അടക്കം ഉൾക്കൊണ്ട ഒരു മുന്നണി കല്യാൺ സിംഗ് എന്ന മുഖ്യമന്ത്രിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് എന്ന് പറയാൻ ഇപ്പോഴെന്താ പേടി? കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചു. എന്താ പേടി? ഞാൻ പറഞ്ഞല്ലോ, എന്താ പേടി? നരസിംഹറാവു ഇന്ത്യ ഭരിക്കുന്നു, UP ഭരിക്കുന്നത് കല്യാൺ സിംഗ്. നരസിംഹറാവുവിന്റെ പാർട്ടി ഏതാ? നരസിംഹറാവുവിന്റെ പാർട്ടി ഏതാ? അങ്ങയുടെ നരസിംഹറാവുവിന്റെ പാർട്ടി കോൺഗ്രസ് ആണ് സാറേ. കോൺഗ്രസ് ആണ്. ഞാൻ ഉന്നയിച്ചല്ലോ, തർക്കമന്ദിരമായി പറഞ്ഞിരുന്ന ബാബറി മസ്ജിദ് അതിന്റെ ആവേശത്തിലല്ലേ അവർ രാമചന്ദ്രൻ ഒരു ബാബരി മസ്ജിദ് തകർത്തതിന് അനുസരിച്ച് വരട്ടെ, കോടതി വിധി വരട്ടെ. നിയമം തലനാരിഴ കീറി കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി പറയുന്നത് വരെ മലപ്പുറത്തെ ജനങ്ങൾ ഇതൊക്കെ ചിന്തിക്കുന്നു എന്നാണ് നമ്മുടെ വിഷയം. ഒറ്റ കാര്യം, ഈ രാജ്യമുണ്ട് അദ്ദേഹം പറഞ്ഞതേ പ്രതികരിക്കാതെ പോകാനാകില്ല. അദ്ദേഹം പറഞ്ഞത് കോടതിയുടെ കാര്യങ്ങൾ പരിശോധിച്ച് മറുപടി പറയട്ടെ എന്നാണ് ബാബറി മസ്ജിദ് ഇഷ്യൂല്. ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ രണ്ടാമത്തെ ക്രിമിനൽ പ്രവർത്തനം സ്വതന്ത്ര ഭാരതം കണ്ട ഒന്ന് ഗാന്ധി കൊല്ലപ്പെട്ടത്. ഗാന്ധിയുടെ വധം കഴിഞ്ഞാൽ രാജ്യം കണ്ട ഏറ്റവും മാത്രമല്ല മലപ്പുറത്തെ ജന ശ്രീ മൈൻ ഹാജി, ഇതൊക്കെ ജനങ്ങൾ മലപ്പുറത്തെ ആളുകൾ ചിന്തിക്കുമോ? അതാണ് നമ്മുടെ ചോദ്യം. ഇതൊക്കെ മലപ്പുറം ജില്ല ഉണ്ടാക്കിയതും മലപ്പുറത്തെ ജനങ്ങൾക്ക് ക്ഷേമം ഉണ്ടാക്കിയതും ആ നാടാക്കി മാറ്റിയതും ഒക്കെ ആ ജനങ്ങൾ ഈ കൊല്ലവും ഇത്തവണയും അത് പൂർണ്ണ അർത്ഥത്തോടു കൂടി ഉൾക്കൊള്ളുമോ? ശ്രീ KVS ഹരിദാസ്, അതായത് രണ്ടുപേരും നേരത്തെ നടത്തിയ ചർച്ചയിൽ പ്രതിയോഗി BJP ആണ്. BJP ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ ശക്തനായ പ്രതിയോഗിക്ക് പാർലമെന്റിനകത്തേക്ക് കേരളം പോലെയുള്ള ഒരുപക്ഷെ ഇത്രത്തോളം സാംസ്കാരിക ഘടകങ്ങൾ മാത്രമല്ല കേരളത്തിലെ ഇപ്പോഴത്തെ കേരളത്തോട് കാട്ടുന്ന അല്ലെങ്കിൽ ഉത്കണ്ഠാകുലമായ അല്ലെങ്കിൽ സംഘപരിവാർ അടക്കം നോക്കിക്കാണുന്ന ഒരു ഘട്ടത്തിലൊക്കെ ഇവിടെ നിന്നും MB ഫൈസൽ ജയിക്കുമ്പോൾ അല്ലെങ്കിൽ ജയിച്ചാൽ പാർലമെന്റിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു സന്ദേശം, എന്നാൽ കുഞ്ഞാലിക്കുട്ടി എല്ലുമ്പോൾ അതിനേക്കാൾ വലിയ സന്ദേശം. താങ്കൾ എങ്ങനെയാണ്, കാരണം ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ വലിയ ഒരു പക്ഷേ ഇവിടുത്തെ ജയത്തോടുകൂടി വ്യക്തമായൊരു സന്ദേശം നൽകാൻ കഴിയുമെന്ന് PV മുരുകനെ പോലെയുള്ള ആളുകൾ അതിൻ്റെ സാധ്യതകളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടുമ്പോൾ എങ്ങനെ പ്രതികരിക്കുന്നു ശ്രീ KVS ഹരിദാസ്? ഞാൻ പ്രതീക്ഷ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചില്ലേ, ഇതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമൊന്നുമില്ല. ഇപ്പോൾ റഹീമും മായഹാജിയും ഇവിടെ ഇരുന്നിട്ട് ഇപ്പോൾ ആരാണ് BJPയെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് എന്ന് തെളിയിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നേ. നിങ്ങൾ ഡൽഹിയിലെത്തി നോക്കൂ, പാർലമെൻറ്റിനകത്ത് നോക്കൂ. സീതാറാം യെച്ചൂരിയും മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരും കോൺഗ്രസ്സുകാരും എല്ലാം കൈകോർത്തല്ലേ അവിടെ നിൽക്കുന്നത് BJPക്ക് എതിരായിട്ട്. ഇവർ തമ്മിൽ എന്താ അഭിപ്രായ വ്യത്യാസം അവിടെ ഉള്ളത്? ഏത് കാര്യത്തിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസം അവർ പ്രകടിപ്പിക്കാറുള്ളത്? മനസ്സുകൊണ്ട് ഈ CPMും CPIയും CPIക്ക് ആകെ ഒരാളേ ഉള്ളൂ ലോകസഭയിൽ, രാജ്യസഭയിലും അത്രയേ ഉള്ളൂ എന്ന് എൻ്റെ ഓർമ്മ. അതുപോലെ തന്നെ CPIയും കോൺഗ്രസും ലീഗും ഒക്കെ ഒന്നിച്ച് തന്നെയല്ലേ അവിടെ നിൽക്കുന്നത്. ഇപ്പോൾ അവരുടെ കൂട്ടായ്മയാണ് അവിടെ BJPയെ നേരിടുന്നത്. ഇവിടെ കേരളത്തിൽ ഈ സീറ്റ് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് തമ്മിലടിച്ച് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സുകൊണ്ട് ഇവരുടെ നിലപാടുകളെല്ലാം ഒന്ന് തന്നെയാണ്. ലീഗാണെങ്കിലും എല്ലാവരുടെയും ലക്ഷ്യം BJP. അതെ, ഞാൻ പറഞ്ഞത് ഇതൊക്കെ ചെയ്തിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും തന്നെ BJPയെ തൊടാൻ കഴിയുന്നില്ല ഇവർക്കാർക്കും. അതാണ് ഏറ്റവും വലിയ ഗതികേട്. ഞാൻ പറയുന്നത് ഇവർ ഒന്നിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കട്ടെ, ഇവർ ഒറ്റക്കെട്ടായിട്ട് മത്സരിക്കട്ടെ. അതിന് ഇവരെ കൊണ്ട് കഴിയുന്നുണ്ടോ? ഇപ്പോൾ ഡൽഹിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഇവിടുത്തെ പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായിട്ട് എല്ലാവരും പ്രൊജക്റ്റ് ചെയ്തതാണ് ആം ആദ്മി പാർട്ടി. ആ പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ഒന്നിച്ച് നിൽക്കാൻ പറ്റുമോ? നിൽക്കുന്നില്ല. UPയിൽ എന്താ ഉണ്ടായത്? നിൽക്കാൻ പറ്റുന്നുണ്ടോ? ഇവർക്ക് ഒന്നിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഒരു കണക്കുകൂട്ടൽ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയാണ്. ഇപ്പോൾ എല്ലാവരും പറയുന്നത് കുഞ്ഞാലിക്കുട്ടിക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടാവുമെന്ന്. കുഞ്ഞാലിക്കുട്ടി ലോകസഭയിലേക്ക് വരട്ടെ. ഞാൻ അതിനെ പ്രതീക്ഷയോടെ കാണുന്ന ഒരാളാണ്, വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ്.
ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കോൺഗ്രസിനെ ഉപദേശിക്കാൻ പ്രതിപക്ഷത്ത് ഒരു നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ പറ്റുന്ന പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയക്കാരനാണ്, രാഷ്ട്രീയ ബുദ്ധിയുള്ള ആളാണ് അദ്ദേഹം. കോൺഗ്രസ്സുകാർക്ക് അത് ഗുണം ചെയ്യും അവിടെ പാർലമെൻറ്റിൽ. അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു അത്രയും പരിചയസമ്പന്ന ഒരാൾ പാർലമെൻറ്റിൽ പ്രതിപക്ഷത്ത് വരുന്നത് ഒരു പരിധി വരെ സർക്കാരിനും ഗുണകരമായിരിക്കും. കാരണം ഇന്ന് അവിടെ കാട്ടിക്കൂട്ടുന്നത് പലപ്പോഴും പ്രതിപക്ഷം കണ്ടിട്ടില്ലേ. ഇപ്പോൾ CPM-ലെ പി കരുണാകരനുണ്ട്, അദ്ദേഹമൊക്കെ വളരെ മാന്യമായിട്ടാണ് പലപ്പോഴും സംസാരിക്കുന്നത്, പെരുമാറുന്നു. പക്ഷേ കോൺഗ്രസ് ബെഞ്ചുകളിൽ നമ്മൾ എന്താ കാണാറുള്ളത്? നമ്മൾ എത്ര ദിവസങ്ങളായിട്ട് കാണുന്നു. ആ നിലവാര തകർച്ച കോൺഗ്രസിൻ്റെ ബെഞ്ചുകളിലുണ്ട്, അതൊരു വസ്തുതയാണ്. ആ സ്ഥിതിയിൽ മാറ്റം വരുത്താൻ കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യം ഗുണം ചെയ്യും എന്ന് വിചാരിക്കുന്ന ഒരാളെ പേഴ്സണലി ഞാൻ. പിന്നെ വേറൊന്ന്, കുഞ്ഞാലിക്കുട്ടിയും BJP-യുമായിട്ടൊന്നും അത്ര വലിയ അകൽച്ചയുള്ള ആളൊന്നും അല്ല പ്രജീഷേ. ഇപ്പൊ മായൻകാജി പറഞ്ഞില്ലേ, ഞങ്ങൾ 91 മായൻകാജിക്ക് അറിയാം, ഞങ്ങൾ ഒരു വടകരയിലൊക്കെ ഞങ്ങൾ കൈകോർത്ത് പോയവരാണ്. എന്നും ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമായിരുന്നു. പറഞ്ഞെങ്കിലും ഇപ്പോൾ യഥാർത്ഥ വസ്തുതയാണ് ശ്രീ KVS മുന്നോട്ടിട്ടിരിക്കുന്നത്. മറുപടി വളരെ വ്യക്തമല്ലേ. ഞങ്ങൾ നിർത്തിയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അന്ന് BJP പിന്തുണച്ചിരുന്നു. അന്ന് ഞങ്ങൾ നിർത്തിയ രത്നസിംഗിനെ BJP-ആയി സമൂഹത്തിൽ അവതരിപ്പിച്ചു. ഈയിടെ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ദേശാഭിമാനി പോലും എഴുതി കോൺഗ്രസ് സഹയാത്രികനായിരുന്നു ജീവിതത്തിലൊന്നും പറയരുതേ. ആ രത്നസിംഗിനെ സംബന്ധിച്ച് ദേശാഭിമാനി എഴുതിയോ? അദ്ദേഹം മരിച്ച പിറ്റേ ദിവസത്തെ വാർത്ത ദേശാഭിമാനിയുടെ വാർത്തയിൽ വായിച്ചു നോക്കി. അദ്ദേഹം കോൺഗ്രസ് സഹയാത്രികനായിരുന്നു. രത്നസിംഗിന്റെ കയ്യട്ടെ, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു തീരട്ടെ. അഡ്വക്കേറ്റ് രത്നസിംഗ് മരിച്ചപ്പോ നിങ്ങളെ പത്രം എഴുതിയല്ലോ. രത്നസിംഗ് മരിച്ചപ്പോ മാധവൻകുട്ടി ഒരിക്കലും BJP-യിൽ പ്രവർത്തിച്ചിട്ടില്ല, മരണം വരെ BJP-ക്കാരൻ എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടില്ല. ഇത് പൊതു സ്വതന്ത്രനായി നിർത്തിയപ്പോൾ അന്ന് കമ്മ്യൂണിസ്റ്റുകളുടെ ദുരന്തം അവരിവിടെ കേരളത്തിൽ ഉണ്ടാക്കുന്ന നാദാപുരത്ത് തേങ്ങ തേങ്ങാക്കൊലക്കും മനുഷ്യന്റെ തലക്കും രക്ഷയില്ല. വല്ലാത്തൊരു കാലഘട്ടമാണ്. നിങ്ങളെ പുറത്തിറക്കുക എന്നത് കേരളത്തിന്റെ ഭാവിക്ക് അനിവാര്യമായ ഒരു ഘട്ടത്തിൽ പാർലമെന്റിലും ഞങ്ങൾ പോയി BJP-യുമായി സഖ്യം ചേർന്നിട്ടില്ല. പിന്നെ BJP ഞങ്ങൾ തുറന്നു പറഞ്ഞു. അവകാശവാദം ഉന്നയിച്ചു. ശ്രീ മായിൻ ഹാജി, ശ്രീ KVS അവകാശവാദം ഉന്നയിച്ചു. അവകാശവാദമല്ലേ, ഞങ്ങൾ ഒന്നിച്ച് ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നാ പറഞ്ഞത്. ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഞങ്ങൾ വോട്ട് പിടിച്ച അതിന്റെ പിന്നാലെ അവരും വോട്ട് പിടിച്ചു. പരസ്യമായി പിന്തുണ പരസ്യമായി പിന്തുണ തന്നതാ. വടകരല്ലേ സഖ്യമല്ലത്. നിങ്ങൾ കോലിബി എന്നൊക്കെ പറയും. നിങ്ങളെ പത്രം തിരുത്തി എഴുതിയല്ലോ. രത്നസിംഗ് ആദ്യമായിട്ട് അയാൾക്ക് കൊടുത്തത് പാളിപ്പോയ പരീക്ഷണം എന്ന അധ്യായം വായിച്ചാൽ മതി. ആ പുസ്തകം പുറത്തിറങ്ങിയപ്പോൾ നാളിതുവരെ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടില്ല. പരസ്യമായി ശ്രീ PV മുരുകൻ, അതായത് ഇത്തരം ചർച്ചകൾക്കൊക്കെ മലപ്പുറത്ത് അടിസ്ഥാനമുണ്ടോ? ദേശീയ രാഷ്ട്രീയത്തിലെ ഇന്നത്തെ സ്ഥിതിഗതികൾ, കാരണം BJP-യുടെ കേന്ദ്രത്തിനെതിരായ ഒട്ടേറെ ഘടകങ്ങളുണ്ട്. അവിടെ ഒരു ശക്തമായ ഒരു മെസ്സേജ് നൽകുക എന്തായിരിക്കും മലപ്പുറം ജനതയുടെ മുന്നിലുള്ള ഒരു പക്ഷേ കഴിഞ്ഞ നാളുകളിൽ അവർ മനസ്സിൽ ഇങ്ങനെ മതിച്ച് അല്ലെങ്കിൽ അത് വോട്ടായി മുന്നോട്ട് വയ്ക്കുമ്പോഴൊക്കെ അവരുടെ മനസ്സിലുള്ള ഘടകങ്ങൾ എന്തായിരിക്കും? ശ്രീ PV മുരുകൻ, കുഞ്ഞാലിക്കുട്ടി ജയിച്ചാലും തോറ്റാലും ദേശീയ രാഷ്ട്രീയത്തിൽ ആ ഒരു കാര്യമില്ല. പക്ഷേ ദേശീയ തലത്തിലേക്ക് കുഞ്ഞാലിക്കുട്ടി ആദ്യമായിട്ട് പോവുകയാണ്, ഒരു ദേശീയ നേതാവായിട്ട് പോവുകയാണ്. ആദ്യമായിട്ട് ദേശീയ നേതാവായിട്ട് കേരളത്തിൽ നിന്ന് പോവുകയാണ്. ദേശീയ നേതാവ് പോകാനായിട്ട് വളരെ യോഗ്യനായ ഒരാളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം കേരളത്തിൽ വളരെ പരിണിതപ്രജ്ഞനായ ഒരു നേതാവാണ്. പക്ഷെ ഇത് വേറെ ചില രാഷ്ട്രീയമുണ്ട്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് 2 വർഷം കഴിയുമ്പോൾ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ദേശീയ തലത്തിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ലോക്സഭ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് കുഞ്ഞാലിക്കുട്ടിക്ക് വലിയ റോളുണ്ട് ഇവിടെ. കാരണം വെച്ചാൽ BJP 4-5 സീറ്റ് ജയിക്കുമെന്ന് അവർ അവകാശപ്പെടുന്നു. ആ സീറ്റ് ജയിക്കാതിരിക്കാൻ ഇടതുപക്ഷത്തിൻ്റെ കുഞ്ഞാലിക്കുട്ടിക്ക് ആവശ്യമാണ്. ഇടതുപക്ഷത്തിന് കുഞ്ഞാലിക്കുട്ടി ആവശ്യമാണ്. ഒരു സീറ്റിൽ പോലും ഇവിടെ ജയിക്കാതിരിക്കാൻ വേണ്ടി കുഞ്ഞാലിക്കുട്ടി ഇടതുപക്ഷത്തിന് ആവശ്യമാണ്, കോൺഗ്രസിന് ആവശ്യമാണ്.
ആ ഒരു രാഷ്ട്രീയമാണ് ഈ കുഞ്ഞാലിക്കുട്ടിയുടെ ജയത്തിലൂടെ ഞാൻ കാണുന്നത്. കാരണം യഥാർത്ഥത്തിൽ കുഞ്ഞാലിക്കുട്ടി ജയിച്ച് പോകുമ്പോഴത്തേക്ക് ദേശീയ രാഷ്ട്രീയത്തിലൊന്നും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല. പക്ഷേ കേരളത്തിലെ പൊളിറ്റിക്സിൽ കുഞ്ഞാലിക്കുട്ടിയുടെ ജയം വളരെ നിർണായകമായിരിക്കും. അതായത് 19 ഒരു നാഷണൽ ഓൾട്ടർനേറ്റീവിനുള്ള സാധ്യതകൾക്ക് ദേശീയ ഓൾട്ടർനേറ്റീവിനൊന്നും വലിയ ഇല്ല. പക്ഷേ കേരളം ചില കാര്യങ്ങളിൽ കേരളം ബംഗാളും ഒക്കെ ആണല്ലോ മാതൃകയായിട്ട്. അതായത് അഹമ്മദ് അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി, അഹമ്മദിന്റെ കാലഘട്ടം മാറ്റിയ കുഞ്ഞാലിക്കുട്ടിയുടെ കടന്നുവരവ് ഒരു ഉണർവ് തന്നെയായിരിക്കും തീർച്ചയായിട്ടും. കാരണം യഥാർത്ഥത്തിൽ അഹമ്മദിനേക്കാൾ കൂടുതൽ നല്ല രാഷ്ട്രീയക്കാരനാണ് ഈ കുഞ്ഞാലിക്കുട്ടി. കാരണം കേരളത്തിൽ കിടന്ന് രാഷ്ട്രീയത്തിന്റെ എല്ലാ പയറ്റും പയറ്റി ഒരാളാണ്. ശ്രീ പി വി കഴിഞ്ഞ നാൾ ഈ കേരളത്തിലെ ഈ പറഞ്ഞ ഭരണവുമായി ബന്ധപ്പെട്ട ഒരു വിലയിരുത്തൽ ആണെന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അതൊന്നും അവിടെ മലപ്പുറത്തൊരു ഘടകമാകും. തമാശയാണത്. യഥാർത്ഥത്തിൽ അതൊരു അങ്ങനെ കേരള ഗവൺമെന്റിന്റെ വിലയിരുത്തലായിട്ട് പ്രത്യേകിച്ചും 1,94,000 വോട്ടിന്റെ. ഞാൻ ചോദിച്ചല്ലേ, ഇത്തരം ഈ സംസ്ഥാനത്തെ ഘടകങ്ങൾ അവിടെ ഒരു വിഷയമായി മാറിയിട്ടുണ്ടോ? ഒരു പക്ഷേ അത് ഗവൺമെന്റിന് എതിരായിട്ട് വരാനേ സാധ്യതയുള്ളൂ. അല്ലാതെ ഗവൺമെൻറ് അനുകൂലമായിട്ട് വരാനുള്ള ഒരു പോസിറ്റീവ് ഒരു ഘടകങ്ങളുമില്ല. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തലാണ് എന്ന് പറയാനേ പറ്റില്ല. കാരണം വെച്ചാൽ അതല്ല, അത് വേറൊരു സെനറി 1,94,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു. എന്തായാലും അതിന് ശ്രീ റഹീം എന്തുകൊണ്ട് അതിന് മറുപടി അദ്ദേഹം അവരുടെ കയ്യിൽ എന്തായാലും അരിത്തമെറ്റിക് വെച്ചായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് ശ്രീ റഹീം അതിൻ്റെ മറുപടി നൽകും. ശ്രീ റഹീം, ആത്മവിശ്വാസത്തിന് അടിസ്ഥാനമായ ഘടകങ്ങൾ എന്താണ്? കാരണം മങ്കട, പെരിന്തൽമണ്ണ, വള്ളിക്കുന്ന്, മഞ്ചേരി തുടങ്ങിയൊക്കെ തന്നെ മണ്ഡലങ്ങളിൽ കാര്യമായ ഒരു പക്ഷേ നേട്ടം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ പ്രതീക്ഷയ്ക്കൊത്ത രീതിയിൽ താങ്കൾ അവിടെ പോയ ആ മേഖലയിൽ പ്രവർത്തിക്കാൻ പോയ വ്യക്തി കൂടിയാണ്. കോടിയേരി പറഞ്ഞ വാക്കുകളൊക്കെ ഇത്രത്തോളം ആത്മവിശ്വാസത്തോടു കൂടിയാണെങ്കിൽ അതിന് തക്ക ഘടകങ്ങളുണ്ട് അവിടെ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നല്ല രാഷ്ട്രീയ പോരാട്ടമാണ് പൊതുവിൽ നടക്കുന്നത്. ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടിയാകുമ്പോൾ അതിനൊരു രാഷ്ട്രീയ പ്രാധാന്യമാണ് ഏറെ വരുന്നത്. ഇപ്പോൾ സിമ്പതി വേവെല്ലാം ഉണ്ട്, ഞാനതിനെ ഇന്ന് തള്ളിക്കളയുന്നില്ല. നമ്മുടെ ഈ അഹമ്മദ് സാഹിബിൻ്റെ സിമ്പതി വേവെല്ലാം സ്വാഭാവികമായി അതിനെ തുടർന്നുള്ള ഒരു തിരഞ്ഞെടുപ്പ് നിലയിൽ വരും. പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി ഇപ്പോൾ RSS ആണല്ലോ. ഇപ്പോൾ എല്ലാവരും അതിൽ മായിൻ ഹാജിക്കും തർക്കം ഉണ്ടാവില്ല. പക്ഷേ RSS ഇന്ന് ഏറ്റവും വലിയ എതിരാളിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് CPIM-നെയാണ്. ആ CPIM-ൻ്റെ പ്രതിനിധിയാണ്. RSS ഇതേ സമയത്ത് തന്നെ കോയമ്പത്തൂർ ബൈഠക്ക് ചേർന്നിട്ട് CPIM-നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടും സഖാവ് പിണറായി ടാർഗറ്റ് ചെയ്യുന്നുള്ള നീക്കങ്ങളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പ്രതിനിധിയായിട്ടാണ് MB ഫൈസൽ അവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. ഒന്ന്, ആ ദേശീയ രാഷ്ട്രീയത്തിൽ ഞങ്ങളുടെ സാധ്യതയെ RSS ഞങ്ങളെ വേട്ടയാടുന്നത് ആ ഫൈറ്റ് ജനങ്ങൾ ഏറ്റെടുക്കും എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ആരാ നീക്കം നടത്തുന്നത്? പ്രധാനമായും ദേശവ്യാപക ക്യാമ്പയിൻ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? ഇവിടുത്തെ ജനകീയ പ്രശ്നങ്ങളോ സ്വാഭാവികമായി പ്രതിപക്ഷം എന്ന നിലയിൽ ഉയർത്തിക്കൊണ്ടുവരേണ്ട ജനകീയ പ്രശ്നങ്ങളോ ഒന്നും ഉയർത്തിയിട്ടല്ല, മറിച്ച് ഒരു ഭീകരതയാണ് ഇവിടെ എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ബിംബവൽക്കരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതാരാ നടത്തുന്നത്? അതായത് ഈ RSSന്റെ അല്ലെങ്കിൽ മതനിരപേക്ഷതയ്ക്കെതിരായി വരുന്ന വലിയ വിസ്ഫോടനങ്ങളെ ഒന്നും പ്രതിരോധിക്കാൻ ലീഗിന് കഴിയുന്നില്ല എന്നാണ് താങ്കൾ പറയുന്നത്. ലീഗിന് കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു നിർത്തിക്കോട്ടെ. രണ്ട്, എന്തുകൊണ്ട് കേരള ഭരണത്തെ വിലയിരുത്തുമെന്ന് ചോദിച്ചല്ലോ. ഇപ്പോൾ കേരള ഗവൺമെൻറ് ഈ പറയുന്ന കാര്യത്തിൽ അവിടുത്തെ ഇപ്പോൾ വലിയൊരു പ്രശ്നം നേരിടുന്നത് മലപ്പുറത്ത് ഗൾഫ് റിട്ടേണീസ് ഒരുപാടുള്ള സ്ഥലമാണ്. ആ വിദേശ രാജ്യങ്ങളിൽ നിന്നും തൊഴിൽ നഷ്ടപ്പെട്ട് വരുന്നവർ, ഇടതുപക്ഷ ജനാധിപത്യം അതെങ്ങനെ വരുന്നതിൻ്റെ അവരുമായി ബന്ധപ്പെട്ട എക്കോണമി, ഇതെല്ലാം തന്നെ കോൺഗ്രസ് ഇന്നലകളിൽ അവരോടുള്ള അടുത്ത സമീപനമല്ല ഇന്ന് കേരളത്തിലെ ഗവൺമെൻറ് എടുക്കുന്ന സമീപനം. ഇതെല്ലാം അവിടെ ചർച്ചയാകും. കേരള ഗവൺമെൻറ് അവിടെ ഇപ്പോൾ ഇതെല്ലാം അവിടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളം എന്ന് പറയുന്ന ഇന്ന് രാജ്യവ്യാപകമായി അതൊരു ഭരണം മാത്രമല്ല, മറിച്ചൊരു സംഘപരിവാറിനെതിരായ ദേശീയ രാഷ്ട്രീയത്തിൽ സാമ്പത്തികമായും സാമൂഹികാർത്ഥത്തിലുമുള്ള ബദലാണ്. സാമ്പത്തിക അർത്ഥത്തിൽ ഡിമോണിറ്റൈസേഷൻ രാജ്യമാകെ ഒരു കടുത്ത ഭീഷണി നേരിടുകയാണ്. എല്ലാ സമ്പദ് വ്യവസ്ഥയും വല്ലാതെ പ്രതിസന്ധിയിലാണ്. ഗ്ലോബലൈസേഷൻ്റെ ഒരു വലിയ കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. പ്രൈവറ്റൈസേഷനെല്ലാം അവിടെയെല്ലാം ഒരു ബദൽ ആയി മാറാൻ MB ഫൈസലിന്റെ യുവത്വം അവിടെയൊക്കെ ഒരു ഘടകമായി ഞാൻ പറയുകയാണ്. ഒന്ന്, ബദലായി മാറാൻ പറ്റും. ഒന്ന്. രണ്ട്, സാംസ്കാരികമായി ബദലായി മാറാനും ഞങ്ങൾക്കാണ് കഴിയുന്നത്. ഇപ്പോൾ സംഘപരിവാറിനെതിരായിട്ട് കേന്ദ്ര ഗവൺമെൻറ് നീക്കങ്ങൾക്കെതിരായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തെ അവിടെ വിലയിരുത്തപ്പെടും എന്ന് ഞങ്ങൾ കരുതുന്നത്. ഒന്ന്. രണ്ടാമത്, MB ഫൈസലിൻ്റെ യുവത്വം അവിടെ തീർച്ചയായും പരാമർശിക്കപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട വോട്ടർമാർ ഈ കണ്ടു മറന്ന ഈ മുഖങ്ങൾക്കാണോ അതേ പുതിയ യുവത്വം വരട്ടെ, പുതിയ കരങ്ങളിൽ പ്രതീക്ഷയർപ്പിക്കുമോ? MB ഫൈസൽ അവിടെ ജില്ലാ പഞ്ചായത്തിലേക്ക് ഇവരുടെ എല്ലാം തന്നെ സ്വപ്നങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നയാളാണ്.
വിജയിച്ചയാളാണ്. അപ്പോൾ എം പി ഫൈസലിനെ ഒരു രാഷ്ട്രീയ അംഗത്തട്ടിൽ ഒരു പുതിയ ആളായി അവതരിപ്പിക്കുകയല്ല, മറിച്ച് ശ്രീ മായിൻ ഹാജി, ഈ റഹീം നിരത്തി കണക്കുകളുടെ അല്ലെങ്കിൽ ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഭരണത്തിന്റെ വിലയിരുത്തലിലേക്ക് എന്ന് പറയേണ്ടി വന്നത്. ശ്രീ മായിൻ ഹാജി, ഭരണത്തിന്റെ വിലയിരുത്തൽ വലിയൊരു ഘടകമാണ്. അത് വിലയിരുത്തിയാൽ കഴിഞ്ഞ തവണ ബീഫിന്റെ പേരിൽ വോട്ട് പിടിച്ചു, ഇത്തവണയും ബീഫിന്റെ പേരിൽ തന്നെ വോട്ട്. അതിന് മുമ്പത്തെ തവണ പഞ്ചായത്ത് ഇലക്ഷനിലും ബീഫിന്റെ പേരിൽ. ബീഫല്ലാത്ത വേറെ മുദ്രാവാക്യം മുഴക്കാൻ ഇവർക്കില്ല. ബീഫ് എന്താ മുസ്ലിമീങ്ങളുടെ ദേശീയ ഭക്ഷണറ്റ, ആധികാരിക ഭക്ഷണറ്റ ബീഫ്. അങ്ങനെ ബീഫ് എന്ന് പറഞ്ഞിട്ട് മുസ്ലിം സമുദായത്തിനെ അപമാനിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പ്രതികാര വോട്ടും ഉണ്ടാവും അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട മുസ്ലിമീങ്ങൾ. അതിൻ്റെ പുറമെ കേരളം ഇന്ന് അനുഭവിക്കുന്ന സ്ഥിതി എന്താ? 2.5 വയസ്സുള്ള പിഞ്ചു പെൺകുട്ടി മുതൽ 79 വയസ്സുള്ള രോഗിയായ വൃദ്ധയായ അമ്മൂമ്മ വരെ ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ഥലമാണ് കേരളം. ഈ സ്ത്രീ പീഡനമൊക്കെ പറഞ്ഞിട്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവർ നാവിട്ടടിച്ചിരുന്നത്. 2.5 വയസ്സുള്ള പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ട് ആ ഗവൺമെൻറ് കാര്യമായി ആ പ്രതിയെ തപ്പുന്ന ഒരു നടപടി പോലും ചെയ്തിട്ടില്ല. ജിഷ വധക്കേസാണ് ഇവിടെ കാര്യമായിട്ട് അന്ന് ചർച്ച ചെയ്തിരുന്നത്. ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഉടനെ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ പല വാഗ്ദാനങ്ങളും നൽകി പിടിച്ചുകൊണ്ടെന്ന് പ്രതിച്ചേർത്ത് ആ തൊഴിലാളിക്ക് എല്ലാ നിലയിലും ഊരിപ്പോരാൻ പറ്റുന്ന തരത്തിലുള്ള ചാർജ് ഷീറ്റ് കോടതി കൊടുത്ത് കോടതി അടക്കം. എന്തായാലും ശ്രീ മായിൻ ഹാജി, എന്തായാലും ഇതൊക്കെ വലിയ അല്ലെങ്കിൽ തിരിച്ചടിയായി മാറും. ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ പറയട്ടെ, എന്താണ് പ്രജീഷ് ഇങ്ങനെ ചരിത്രത്തിലേക്ക് താങ്കൾ അധികം പോകാതെ ഒരു കണക്ക് പറയൂ, ഒരു നമ്പർ പറയൂ. റഹീം പറഞ്ഞത് കണക്ക് പറയാന്ന്, കണക്കിലേക്ക് എത്താം. ഞാൻ കണക്ക് തന്നെ പറയാ. ഇവിടുത്തെ സ്ത്രീ പീഡനത്തിന്റെ കണക്കുണ്ട്. അല്ലല്ല, താങ്കൾ പ്രകടിപ്പിക്കുന്ന ഇത്തരം വോട്ടുകൾ അതിന്റെ ഭൂരിപക്ഷം കണക്കൊക്കെ വോട്ടർമാരെ സ്വാധീനിക്കും, ഒരു സംശയവും വേണ്ട. അച്യുതാനന്ദൻ പറഞ്ഞല്ലോ, വോട്ട് ചെയ്യുമ്പോൾ തീർച്ചയായും ഭരണത്തെ വിലയിരുത്തും എന്നാ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് കോടിയേരി പറഞ്ഞത് രണ്ടാ. കോടിയേരി പറഞ്ഞ് ഭരണത്തെ വിലയിരുത്തലായിരിക്കും എന്നാ പറഞ്ഞത്. വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ ഈ ഭരണത്തെ വിലയിരുത്തിയിരിക്കും. അച്യുതാനന്ദൻ നിരന്തരമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടമാണിത്. നിരന്തരമായ ഒരു കസാര പോലും അദ്ദേഹത്തിന് കിട്ടാതെ അദ്ദേഹം പാലമറിച്ച ചേർത്താന്ന് പറയുന്നത്. മായിൻ ഹാജി സഖാബ് അച്യുതാനന്ദൻ അത് മാത്രമല്ല പറഞ്ഞത്, വേറൊരു കാര്യം കൂടി പറഞ്ഞു. അത് മറന്നുപോയത്, കുഞ്ഞാലിക്കുട്ടിക്കെതിരായ ഒരു കേസ് നിൽക്കുന്നുണ്ടെന്ന് സ്ത്രീ പീഡനത്തിന്റെ എല്ലാം കണക്ക് പറഞ്ഞല്ലോ. ഇരയാക്കപ്പെടുന്ന സ്ത്രീകളുടെ വിലാപം, സ്ത്രീകളുടെ വിലാപം, വേദന, കണ്ണുനീര്, ഇതൊന്നും മറന്നുപോയിട്ടില്ല കേരളം. കേസുകളുമായി വന്നിട്ട് 14 കോടതികൾ വിധി പറഞ്ഞു. ജനകീയ കോടതിയിൽ ഒരു തവണ 50,000-ന്റെ അടുത്ത വോട്ടിന് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. രണ്ടാമത്തെ തവണയും 50,000-നോട് അടുത്ത വോട്ടിന് തെരഞ്ഞെടുക്കപ്പെട്ടു. കേരളീയ ജനത തന്നെ അതിന് വിധി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. റഹീമേ, ഈ അച്യുതാനന്ദൻ എന്ത് പറയുന്ന ഈ നിങ്ങളെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷയിൽ ഇപ്പൊ അച്യുതാനന്ദൻ പറഞ്ഞത് അച്യുതാനന്ദൻ ഒരിക്കലും ഞങ്ങൾക്കോ കേരളത്തിലോ നിങ്ങൾക്ക് കൂട്ടത്തിൽ നിന്നോ കസേര കിട്ടാതെ നിങ്ങൾ മറ്റൊരു കാര്യം അദ്ദേഹത്തിന്റെ അതേ പ്രസംഗത്തിൽ ഒരേ പ്രസംഗത്തിലെല്ലാം വിലയിരുത്തും. അങ്ങനെ വിലയിരുത്തൽ ഉണ്ടാകുമെന്ന് നമുക്ക് കാണാം. ശ്രീ കെ വി എസ് ഹരിദാസ്, BJP 67 എന്ന ആ നമ്പറിനപ്പുറത്തേക്ക് താങ്കൾ ഒരു കണക്കിട്ടാൽ, കാരണം 6 മടങ്ങൊക്കെയാണ് പറഞ്ഞെങ്കിൽ കൂടിയും താങ്കൾക്ക് ബോധ്യമുള്ള ഒരു കണക്ക് ഈ അവസരത്തിൽ, കാരണം ഇനി നിമിഷങ്ങളേ ഉള്ളൂ, നമുക്ക് സ്ഥിരീകരിക്കാനുള്ള സമയങ്ങൾ അല്ലെങ്കിൽ ഒരു രാത്രി മാത്രമേ ഉള്ളൂ. ശ്രീ കെ വി എസ്. അല്ല പ്രജീഷ, എനിക്ക് തോന്നുന്നത് BJP വോട്ടിൽ ഗണ്യമായ വർധനവുണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതൊരു 94-95,000 വരെ എത്തിക്കൂടായികയില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനപ്പുറത്തേക്ക് 1 ലക്ഷം 1.25 എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും, അതായത് ബീഫ് വാഗ്ദാനമൊക്കെ നല്ല രീതിയിൽ അവിടെ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ തവണ 64
അങ്ങനെയല്ല. വേറൊരു കാര്യം കൂടി, ബീഫ് വാഗ്ദാനത്തിന്റെ കാര്യം. ബീഫ് വാഗ്ദാനം ചെയ്തതിലൊക്കെ ശുദ്ധ അസംബന്ധമാണ്. അങ്ങനെയൊന്നും അല്ല. തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കണ്ടേന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ പറയുന്നത് ഒരു കഴിഞ്ഞ തവണ കിട്ടിയ 64 ചേർത്ത് വെക്കാനായിട്ട് ഒരു 30,000 കിട്ടിയാൽ 94, 95, 96 ഒക്കെ എത്താവുന്ന സ്റ്റേജിലേക്ക് BJP എത്താം, 1 ലക്ഷത്തിൻ്റെ അടുത്ത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനപ്പുറം ഒന്നും വലിയ എസ്റ്റിമേഷൻ ഒന്നും കാര്യമില്ല. അതിനപ്പുറം പോകണമെങ്കിൽ BJPക്ക് അവിടുത്തെ മുസ്ലിം വോട്ട് കിട്ടണം. മുസ്ലിം ചെറുപ്പക്കാരുടെ വോട്ട് BJPക്ക് കിട്ടുമോ? UP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം പെൺകുട്ടികളുടെ വോട്ട് BJPക്ക് കിട്ടിയിട്ടുണ്ട് പല ഭാഗത്തും. കാരണം മുത്തലാഖ് പോലുള്ള പ്രശ്നങ്ങളിൽ. അത് കേരളത്തിൽ കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ അറിയില്ല. അത് കിട്ടുകയാണെങ്കിലേ BJPക്ക് 1 ലക്ഷം ക്രോസ് ചെയ്യാൻ കഴിയുള്ളൂ. അതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. വെൽഫെയർ പാർട്ടിയുണ്ട്, ഇവരും മാറി നിൽക്കുകയാണ്. ഇതൊക്കെ ഏത് രീതിയിലായിരിക്കും? അവസാനമായി അദ്ദേഹം പറഞ്ഞതിനൊരു പോയിന്റ് ഉണ്ട്, ഈ മുത്തലാഖ് പോലുള്ള പ്രശ്നം. പക്ഷെ അത് ഒന്നും മലപ്പുറം പോലുള്ള സ്ഥലത്ത് അങ്ങനെ, അത് എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ കാണുന്നത്, മലപ്പുറം പോലുള്ള സ്ഥലത്ത് അങ്ങനെ ഒരു വലിയ വിഷയമായിട്ട് വരുന്നതല്ല. അതായത് 67 മറികടന്നേക്കാം കഴിഞ്ഞ നമ്പർ BJP വോട്ട് ഷെയർ കൂട്ടുന്നുള്ള സംശയമില്ല. കഴിഞ്ഞ കുറേ ഇലക്ഷനിലെല്ലാം അവർ വോട്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിന് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, സാധ്യതയുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് ഈ മുത്തലാഖ് പോലുള്ള വിഷയം BJPക്ക് വോട്ട് നേടിക്കൊടുക്കും കേരളം, മലപ്പുറം പോലുള്ള സ്ഥലത്തൊന്നും ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഒരു സെനറിയോ ഇല്ല. അതൊരു UP അത് അങ്ങനെ ഒരു വലിയ ഒരു ഇതായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ അദ്ദേഹം അത് ഒരു ആശംസ, ഒരു ആഗ്രഹം ശരിയാണ്. പക്ഷെ ഞാൻ കാണുന്നത് ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മതേതരത്വം എന്നതിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നിൽക്കുന്നത്. UDFിന്റെ കൂടെ താങ്കൾ പറഞ്ഞ അതിൽ UDFിന്റെ കൂടെയാണ് നിൽക്കുന്നതെങ്കിൽ ഞാനും ശ്രീ മായിൻ ഹാജി തമ്മിലുള്ള ഏറ്റുമുട്ടലിനിടയിൽ ഇതങ്ങ് വിട്ടുപോയത്. ഇപ്പോൾ VK കുഞ്ഞാലിക്കുട്ടി പോലുള്ള ഒരാളിന്റെ സഹായം കേരളത്തിൽ ഒരു കാരണവശാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ യാതൊരു ആവശ്യമില്ല. 1. 2. ഈ സംഘപരിവാർ വിരുദ്ധ മൂവ്മെന്റിൽ ലീഗിനോ BJP പ്രത്യേകിച്ചും ശ്രീ കുഞ്ഞാലിക്കുട്ടിക്കോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യം ഇടതുപക്ഷത്തിന് ചെയ്തിടേണ്ടതുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തെ എനിക്ക് യോജിക്കാനാകുന്നില്ല. വളരെ നന്ദി ശ്രീ മായിൻ ഹാജി. സമയക്കുറവ് കൊണ്ട് വരാൻ കഴിയുന്നില്ല. മായിൻ ഹാജി, റഹീം, ഒപ്പം KP സൈനദാസ്, PV മുരുകൻ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി അറിയിക്കുന്നു.